എനിക്ക് 87 വയസ്സുണ്ട്. ഈ പ്രായത്തിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടാണ് ഇവിടം വരെ എത്തിയത്. ഇന്നുള്ള പിള്ളേരുടെ ചില മെനകളൊക്കെ കാണുമ്പോൾ എൻ്റെ ഈ പണ്ടത്തെ കഥ ഞാൻ ഓർത്തു പോകും. പണ്ടൊക്കെ എൻ്റെ കല്യാണത്തിന് ചെറുക്കൻ പെണ്ണിനെയും കാണൂല, പെണ്ണ് ചെറുക്കനെയും കാണൂല. അവരുടെ മുഖമൊന്നും കാണിക്കില്ല. അച്ഛനും അമ്മയും എന്തെങ്കിലും പറഞ്ഞ് കല്യാണം ഉറപ്പിച്ചു, കല്യാണം കഴിച്ചു വിട്ടു. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ മുഖം കാണണ എന്നാന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? എനിക്ക് 2 കുട്ടികളായപ്പോഴാ ശരിക്കും അന്ന് കാണുന്നത്. ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്ത്, എൻ്റെ വീടിൻ്റെ പുറകിലേ വയലുണ്ട്. ഈ വയലിൽ നിന്ന് ഒരു ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ചിരി കേട്ടു. ഞാൻ വേഗം ഓടി ഇറങ്ങി ചെന്നു. ഇതെന്നാന്ന് ഓർത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരിയെ വിളിച്ചു. അവള് വേഗം ഇറങ്ങി വന്നിച്ച്, എടി ഭാരതി ഇങ്ങോട്ട് ഓടി വന്നടിയെന്ന് പറഞ്ഞു. വേഗം ഓടി വന്നു. എന്താ ചേച്ചി എന്ന് ചോദിച്ചു. എടി അതെന്നടി ആ വയലിൽ നിന്ന് ഒരു പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും ചിരി കേൾക്കണേ. ചേച്ചി ഇതിൽ ഒരു ചെറുക്കനും പെണ്ണും അങ്ങ് പോണ കണ്ടെന്ന് പറഞ്ഞു. ആഹാ, എൻ്റെ പറമ്പിൽ ഈ വേണ്ട അതിനോ നോക്കൂലെന്ന് പറഞ്ഞു. ഞാൻ അവിടെ കിടന്ന ഒരു പത്തലും എടുത്തോണ്ട് ഓടി അങ്ങ് ചെന്നു. ഓടി ചെന്നപ്പോൾ ഒരു പെണ്ണും ചെറുക്കനും കൂടി കൊയ്യാറായ നെല്ലിൻ്റെ മേതെ മതിയായ പുതപ്പും പുതച്ച് കിടക്കുക. ഞാനീ കൊണ്ടുവന്ന കമ്പം കൊണ്ട് അടിക്കാൻ ഓങ്ങും. ഒരിടത്തുനിന്ന് ക്യാമറയും മുക്കി പിടിച്ച്, ഒരിടത്തുനിന്ന് ലൈറ്റുമായിട്ട് ഒരാൾ ചാടി ഓടി. അപ്പൊ അപ്പുറത്തുനിന്ന് 2 പേര് ഓടി ഓടി. അയ്യോ അവരെ തല്ലല്ലേന്ന് പറഞ്ഞു. എന്നാ തല്ലിയാണെന്ന് ചോദിച്ചേന്. ആ അതെ, ഇപ്പോഴത്തെ കാലത്ത് കല്യാണത്തിന് മുമ്പ് എടുക്കണ വീഡിയോയാന്ന് പറഞ്ഞു. എന്ത് വീഡിയോന്ന് ചോദിച്ചു. കല്യാണത്തിന് മുമ്പ് വീഡിയോ? ഏത് വീഡിയോ തീർത്ത? എനിക്കറിയാൻ പറ്റില്ല. നിങ്ങൾ ആരാന്ന് ചോദിച്ചു. ഞങ്ങൾ ഈ പെണ്ണിന്റെ തന്തയും തള്ളയെന്ന് പറഞ്ഞു. നിങ്ങളാണോ പെണ്ണിന്റെ തള്ളയും തന്തേ? എന്നാ നിങ്ങൾക്ക് ടിക്കറ്റ് എന്ന് പറഞ്ഞു കൊടുത്ത് 2 അടി ഞാൻ ഓർക്കും. അപ്പോണ്ട് പെണ്ണും ചെറുക്കനും എനിക്ക് വീടിയും വേണ്ട, തീപ്പട്ടിയും വേണ്ട, തീർച്ചും വേണ്ട എന്ന് പറഞ്ഞ് അവരോട്ടടാ ഓട്ടം. അപ്പൊ ഇങ്ങനെയാണോ എൻ്റെ എല്ലാവരുടെയും ജീവിതവും കഥയൊക്കെ ഒന്നും എനിക്കറിയാൻ മേല കേട്ടോ. ഇപ്പോഴത്തെ കല്യാണത്തിന് പെണ്ണിന് ഡ്രസ്സ് എടുക്കണമെങ്കിൽ 4-5 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും. പിന്നെ പണ്ടൊക്കെ കല്യാണത്തിന് മേക്കപ്പ് ചെയ്യുമ്പോൾ എന്നെ മേക്കപ്പ് ചെയ്തപ്പോൾ എന്നെ മുഖത്ത് കുറേ പൗഡറും വാരി അങ്ങ് തൂളിയേച്ച് പറഞ്ഞു, ആ കല്യാണ പെണ്ണ് റെഡി എന്ന് പറഞ്ഞു. ആ ഇപ്പോഴത്തെ കല്യാണത്തിന് എങ്ങനെയാന്ന് വെച്ചെന്നാ പിന്നെ കല്യാണ മേക്കപ്പ് ചെയ്യാൻ, പെണ്ണിന് മേക്കപ്പ് ചെയ്യാൻ ആളെ കൊണ്ടുവന്നാൽ എങ്ങനെയായാലും 10 സെന്റ് സ്ഥലം മേടിക്കാനുള്ള പൈസ ശമ്പളമായിട്ട് ഇവർക്ക് കൊടുക്കേണ്ടി വരും. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവരെന്തിനാ ഇങ്ങനെയൊക്കെ ഈ കുറ്റം പറയണമെന്ന്. കുറ്റമൊന്നും അല്ല കേട്ടോ. എൻ്റെ കല്യാണത്തിന് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് ഓർത്തിട്ടുള്ള വിഷമം കൊണ്ട് പറഞ്ഞ. അന്ന് എൻ്റെ കല്യാണത്തിന് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, എന്ത് രസമായിരുന്നു. ഇപ്പോഴങ്ങ് മതിയായിരുന്നു ഈ കല്യാണം. നന്ദി, നമസ്കാരം.